എടാ മക്കളെ, +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാർത്ഥികൾ നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സെക്കൻഡ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുമോ, അത് എന്നത്തേക്ക് കാണും എന്നുള്ളതൊക്കെ. സെക്കൻഡ് ട്രാൻസ്ഫർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സർക്കുലർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരം ഓഗസ്റ്റ് 5-ാം തീയതി വൈകുന്നേരം 4 മണി വരെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൈമുണ്ട്. സോ ഓഗസ്റ്റ് 5-ന് തന്നെ, അതല്ലെങ്കിൽ ഓഗസ്റ്റ് 6-ന് ട്രാൻസ്ഫറിന്റെ ഒഫീഷ്യൽ സർക്കുലർ HS CAP-ലൂടെ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഈ സർക്കുലറിനകത്ത് ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് കാണും. ഉറപ്പായും ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ, അതായത് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് കഴിയുന്നതാണ്. ഇനി സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ ഒരു ജില്ലയ്ക്കകത്ത് കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. നിലവിൽ നമുക്ക് 32,000-ലധികം സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സീറ്റുകൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ജില്ലയ്ക്കകത്ത് സ്കൂൾ ആൻഡ് കോമ്പിനേഷൻ ട്രാൻസ്ഫർ വിളിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് വിളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ സർക്കുലർ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സർക്കുലർ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. സോ ട്രാൻസ്ഫറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളിലേക്കും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാനും മറക്കരുത്.